All set? So once again welcome. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെക്ക്മേറ്റിന്റെ ട്രെയിലർ ഓഡിയോ ലോഞ്ചിലേക്ക്. Can give a small clap. So നമ്മുടെ സ്പോൺസർ Switris Holidaysന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. ചെക്ക്മേറ്റ് ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിഗൂഢതകൾ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ ഉള്ളവരെ ഇരുത്തി കാണിച്ചു. അവർക്കും കുറെ ഡൗട്ട്സ് ആണ് അതിനകത്തുള്ളത്. ഒരുപാട് ക്ലാരിറ്റി തന്നിട്ടില്ലെങ്കിലും നമുക്ക് എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും ഒക്കെ നിറച്ചിട്ടുള്ള ഒരു ട്രെയിലറാണ് നമുക്ക് നമ്മുടെ ഡയറക്ടർ തന്നിട്ടുള്ളത്. ചെക്ക്മേറ്റ് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി എ ഗെയിം ഓഫ് ചെസ്. അപ്പോ രണ്ടാൾക്കാർ തമ്മിലുള്ള മത്സരമാണോ ഈ സിനിമ? ത്രില്ലർ ആണെന്ന് അറിയാം, പക്ഷെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് അറിയില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് ശരിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പൂർണ്ണമായും US ചിത്രീകരിച്ച് 3 വർഷമെടുത്ത് ചിത്രീകരിച്ച സിനിമയാണ്. ഓൾമോസ്റ്റ് US എല്ലാ സീസണുകളും കവർ ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ ഞാൻ ട്രെയിലർ ഡീകോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവരെല്ലാം നമുക്ക് അതാത് സമയത്ത് വിളിച്ച് അവരെ നമുക്ക് ഇവിടെ നിർത്തി ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ചെക്ക്മേറ്റ് ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇത്രയും മനോഹരമായിട്ട് തുടങ്ങാനാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് നമ്മൾ മലയാളികൾക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ വാനമ്പാടി നമ്മുടെ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചിത്രഗീതങ്ങൾ ആരംഭിച്ചിട്ട് 1979 മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ചിത്രഗീതങ്ങൾ. ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പാടാത്തൊരു ദിവസം പോലും ചിലപ്പോ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, കേൾക്കാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. നമ്മൾ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ പാടാൻ അറിയുന്നവർ നന്നായി പാടും, എന്നെ പോലുള്ളവരെ മൂളി നോക്കും. എന്താണെങ്കിലും ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്നതേയില്ല. 20,000-ലേറെ ഗാനങ്ങൾ പല പല ഭാഷകളിൽ പാടിയ, നിരവധി പുരസ്കാരങ്ങൾ നേടിയ, അതിലുമേറെ ചിത്രചേച്ചിനെ പാട്ട് കേൾക്കുന്നത് പോലെ സന്തോഷമാണ് നമുക്ക് ചിത്രചേച്ചിനെ കാണുമ്പോൾ. എപ്പോഴും ചിരിച്ച മുഖം. പക്ഷെ ഇതിലൊരു മനോഹരമായ പാട്ടും ചിത്രചേച്ചി പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ചിത്രചേച്ചിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ചെറിയ സങ്കടമാണ്. എന്നാലും സങ്കടത്തിന്റെ ആ ഒരു അളവ് കുറയ്ക്കാനായിട്ട് ചിത്രചേച്ചി നമുക്കൊരു വീഡിയോ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദിവസം ഈ ഓഡിയോ ലോഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇതിലും ഭംഗിയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. സോ നമുക്ക് ചിത്ര ചേച്ചിയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓവർ ടു ദ വീഡിയോ വൺ. ചെക്ക്മേറ്റിന്റെ ടീമിന്റെയും നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് ചിത്ര ചേച്ചി വിഷ് യു എ വെരി 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 ഹാപ്പി ബർത്ത്ഡേ. ഇനിയും 100,000 ഗാനങ്ങൾ നമുക്ക് തരാൻ ചിത്ര ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി 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 ബർത്ത്ഡേ ചിത്ര ചേച്ചി. സോ ചിത്ര ചേച്ചിക്ക് ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ നമുക്ക് ഈ ഇവന്റ്, നമുക്ക് ഈ ഫംഗ്ഷൻ ആരംഭിക്കാം. അതിനു വേണ്ടിയിട്ട് നായികയാണെന്ന് തോന്നുന്ന പോലത്തെ ഒരു ഗായികയെ നമുക്ക് വിളിക്കാം. കണ്ടാൽ നമുക്ക് ശരിക്കും തോന്നും ഗായികയാണോ നായികയാണോ, ഇത്രയും ഗ്ലാമർ ഒരു അത് നമുക്ക് നായികയാണോ ഗായികയാണോ നമുക്ക് ഭയങ്കര സംശയം തോന്നും കേട്ടോ. പുള്ളിക്കാരനെ കണ്ട പാടിയതെല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ, സ്പെഷ്യലി റൊമാൻറ്റിക് സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റിപ്പീറ്റ് മോഡ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നിത്യാമാമന്. രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പാട്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഒരു കൈയടി എടുക്കാം. എനിക്ക് ഒരു ഫേവറേറ്റ് നിത്യമാമൻ പാടിയത് എല്ലാ പാട്ടുകളും എൻ്റെ ഫേവറേറ്റ്സ് ആണ്. ഈ പാട്ട് ഞാനിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഇതിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നിത്യം പാടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ചിത്രചേച്ചിയുടെ ഡെഡിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ചിത്രചേച്ചി പാടിയ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എനിക്ക് വേറൊരു ഫേവറേറ്റ് പാട്ടും കൂടി ഉണ്ട് കേട്ടോ. അതിനിടയിൽ എനിക്ക് നേരിട്ട് കണ്ടിതുവരെ പറയാൻ പറ്റിയിട്ടില്ല. വാതിക്കൽ വെള്ളരിപ്രാവ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം നമുക്ക് ചിത്രചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഹലോ ആൻഡ് ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം നേരിട്ട്, കാരണം നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിന് പാടുകയാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്ന് പാടുന്നു, ആരെയും അങ്ങനെ പരിചയപ്പെടാനും
കാണാനും സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് മാക്സിമം മിസ് ചെയ്യാതെ നോക്കാറുണ്ട്. കാരണം ആ ഒരു ഇവൻറ്റിനാണ് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാനും കൂടുതൽ ആ മൂവിനെ കുറിച്ച് അറിയാനും ആ ഒരു വേദി വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച് രതീഷ് ശേഖർ സർ ഫോർ ഗിവിംഗ് മീ ദിസ് ബ്യൂട്ടിഫുൾ സോങ്സ്. 2 സോങ്സ് ഉണ്ട്. ആൻഡ് ഇന്ന് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ ചിത്ര ചേച്ചിയുടെ ഈ ഒരു പ്രസൻസ് അഫ്കോഴ്സ് നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു ശബ്ദം ആൻഡ് ഈ ഒരു പാട്ട് എന്ത് മനോഹരമായിട്ട് അനശ്വരമാക്കി പാടിയൊരു പാട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിത്ര ചേച്ചി പാടിയൊരു പാട്ടാണ്. എനിക്ക് ഡെഫിനറ്റ്ലി ഒട്ടും ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ജസ്റ്റ് ട്രൈങ് ഹിയർ. അപ്പോൾ നല്ലൊരു പാട്ട് ആൻഡ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായി ധന്യ ചേച്ചി എഴുതിയൊരു പാട്ടും കൂടിയാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഒന്നും എന്തായാലും ഞങ്ങള് നിത്യനെ വിടില്ല. നമുക്ക് വീണ്ടും നിത്യ പാടിയ പാട്ടും കേൾക്കണം. സോ താങ്ക് യു സോ മച്ച്. യു ക്യാൻ ടേക്ക് യുവർ സീറ്റ് റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച്. സോ ഇനി ഈ സിനിമയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ സോങ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ കാരണം വഹിക്കുന്നതിനായി നമ്മുടെ ഓണറബിൾ MP ഹൈബീഡൻ സാറിനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. Sir, you can stay back. A laptop la join. So to speak up few words, നമുക്ക് ഹൈബീഡൻ സാറിനെ സ്വാഗതം ചെയ്യാം. സർ സാർ ഒരു കൈയ്യടി കൊടുക്കാം. സർ പൊളിറ്റിക്സിലായതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സിനിമ പാട്ടോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ? ഞാൻ സാധാരണ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. ഞാനാണ് അനൂപിനെ പല പ്രോഗ്രാംസിനും വിളിക്കാറുള്ളത്, പ്രയാസപ്പെടുത്താറുള്ളത്. ഏറ്റവും അടുത്ത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിന് അനൂപും ഐശ്വര്യ ലക്ഷ്മിയുമാണ് അത് കിക്ക് ഓഫ് ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന് അനൂപിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട്. എവിടെയോ ഒരു കോസ്മിക് കണക്ഷൻ ഉണ്ട്. പലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീ അനൂപ് മേനൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട്, അപ്പോൾ ഞാനിതിൻ്റെ ട്രailer എനിക്ക് അയച്ചു തന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഒരു പാഷൻ ഡ്രിവൺ സിനിമയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കംപ്ലീറ്റ് ന്യൂയോർക്കിലാണ്, എല്ലാ ഫ്രെയിമും US-ലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ടേഴ്സും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം US ബേസ് ചെയ്ത്, ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ മാത്രമല്ല എല്ലാ മേഖലയിലും ഒരു വലിയ ടാലൻറ്റ് പൂൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണ്. അവരവരുടെ ജീവനോപാധിയും എല്ലാം തേടി ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ പാഷൻ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. പക്ഷെ അനൂപ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ 17-18 മണിക്കൂറുമെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കരിയറും അതോടൊപ്പം തന്നെ സിനിമ ഷൂട്ടിങ്ങും കഴിഞ്ഞ് 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആളുകളാണ് ഈ സിനിമയുടെ മുഴുവൻ ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുപോലെ പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു യങ് ടീം, അവരുടെ പാഷൻ്റെ പുറകെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു വലിയ ടീം പൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അത് ആ ഫയർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I think the entire team has done a brilliant job. Seeing the trailer, I believe that this would be a wonderful movie. കാരണം എല്ലാവരും വളരെ മനോഹരമായി അവരുടെ പാർട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. പാട്ട് നമ്മളിപ്പോൾ കേട്ടു, 2 പാട്ടുകൾ കേട്ടു. അമേസിങ് സോങ്സ്, നിത്യം അസലായിട്ട് പാടി, ചിത്ര ചേച്ചി പാടിയ പാട്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം ടീം ആൻഡ് ഐ വിഷ്
ദ ടീം ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. ഈ സിനിമ മലയാളികളെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതുള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും യങ്സ്റ്റേഴ്സിനും ഒരു വലിയ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ വിഷ് ദി എൻറ്റയർ ടീം ഓൾ മൈ വിഷസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അനൂപ് കുറേയധികം ദിവസം വിദേശത്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ്. പണം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്. അത് അവർ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഫോർ ദി എൻറ്റയർ ക്രൂ ഓഫ് ചെക്ക്മേറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഇനി നമുക്ക് ഇതിന്റെ ക്യാപ്റ്റനെ വിളിക്കാം. കപ്പിത്താൻ, ഈ സിനിമയുടെ ഡയറക്ടർ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്നത് പോലെ ഒരു മൾട്ടി ടാസ്കിംഗ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി സിംഗർ കമ്പോസർ ആണ്, ഹിസ് എ മ്യൂസീഷ്യൻ. പക്ഷെ ഈ സിനിമയിൽ മ്യൂസിക്, സ്ക്രിപ്റ്റ്, ക്യാമറ, ഡിറക്ഷൻ, എൻ്റെ അമ്മ, എല്ലാം അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈസ് എ റൈറ്റ് പേഴ്സൺ. ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് സംശയങ്ങൾ, അതൊക്കെ ചോദിക്കാൻ പറ്റിയ കറക്റ്റ് ആള് അദ്ദേഹം തന്നെയായിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഡയറക്ടർ റിതീഷ് ശേഖർ. ആർക്കും ഒന്നും കൊടുത്തില്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്തു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, അല്ലാതെ ടാലന്റ് എന്ന് അംഗീകരിക്കുന്നില്ല. ഇനിയിപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, ശരി. എന്താണെങ്കിലും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു സിനിമയിൽ മുഴുവനും. 3 വർഷം എടുത്ത് ചിത്രീകരിച്ച സിനിമയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീസൺസും US കവർ ചെയ്തു ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് US തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. ത്രില്ലറാണ്. പക്ഷെ ത്രില്ലർ ആണെങ്കിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ ആവുമ്പോൾ അതുണ്ടാവണമല്ലോ. സോ പറഞ്ഞോളൂ, ഇനി സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടൈം, സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ശ്രീ എവ്രി വൺ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീഷ് ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എൻ്റെ എല്ലാ എഫേർട്സും പെയ്ഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി, അല്ലെ? ഇപ്പൊ ഗൾഫായാലും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അതാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. സോ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചു ടീമിന്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്ട് ചെക്ക്മേറ്റ്. ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത, അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ അനുപേട്ടനും ലാൽ സാറും ട്രസ്റ്റ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ചെക്ക്മേറ്റ് ജനിച്ചത്. ദിസ് റൈറ്റ് ഹിയർ ഇസ് മൈ ടീം. ഞങ്ങളൊരു 10-18 പേരേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു 18 പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. സോ ആസ് ഓഫ് നൗ ഞങ്ങളൊരു 4 പേരുണ്ട്. കുറച്ച് സുനിത റൈറ്റ് ഹിയർ. സുനിത പ്ലീസ് ഒന്ന് ജോയിൻ മീഡ. Also, I would like to thank Soumya, Shyam, Bala, Rajiv, Shiva, and whole team here. പുള്ളിയുടെ ഉറങ്ങാണ്. ചെക്ക്മേറ്റ് ടെക്നിക്കൽ ക്രൂ എല്ലാവരും ഉണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്ത ധനുഷ്, കളറിസ്റ്റ് ബിലാൽ, അസദ്,
sound mix either Vishnu, editor Prajesh, and my best friend, I would say sister from another mother, Danya. Executive producers are Paul Karupalli, Lindo Jolie, Aju Matthew, പിന്നെ ഹരിയേട്ടൻ ഹരി നമ്പൂതിരി, he's actually here in the crowd somewhere. So thank you everyone. Hainsinum, Snake Plant teaminum, Deepak, Goodfellas Films distribution, thank you so much for taking this huge load off of my shoulder. Last but not least, and the wife Meera Nair. I can't operate without her. I can't live without her. Then എൻ്റെ രണ്ട് കുട്ടികൾ Meghna and Athena. Then എൻ്റെ ചേട്ടൻ, my pillar. He does everything for me. Who's also an executive producer of the movie, by the way. പിന്നെ everyone, നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. Thank you so much. മ്യൂസീഷ്യൻ ഒരു ത്രില്ലർ മൂവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഐ ഹാവ് ഗോട്ട് ദിസ് ട്വിൻ ബ്രദർ ഇൻ മൈ ഹെഡ്. അപ്പം അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. മ്യൂസിക് എന്ന് പറയുന്നത് വെട്ടി വെട്ടി നീങ്ങുന്ന രാജതന്ത്രം എങ്ങനെയാ ചെസ്സില്? അത് ആക്ച്വലി തന്നെയോട് ചോദിക്കണം. തന്നെ എഴുതിയ ലൈനാണ്. ഞാൻ ആശയങ്ങൾ ഇതുപോലത്തെ കട്ടി സാധനങ്ങൾ ഞാൻ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. സാധാരണ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ടാഗ് ലൈൻസ് ഒക്കെ അനൂപേട്ടൻ തരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിൽ അനൂപേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി അനുപേട്ടന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു അഡ്വൈസ്, എവറിത്തിങ് അനുപേട്ടൻ ലാസാറും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വരികൾ, ചില വരികളൊക്കെ അനുപേട്ടന്റെ സൈഡിൽ നിന്ന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വരി കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അനുപേട്ടനായിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അനുപേട്ടൻ ചിരിക്കുന്നതും കൂടിയില്ല. ഞാൻ ഇവിടെ ആങ്കർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും അനുപേട്ടന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അനുപേട്ടൻ ചിരിക്കുന്നേ ഇല്ല. അനുപേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ലാൽ സാറുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആൾക്കാരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അനുപേട്ടനും ലാൽ സാറും എല്ലാവരും. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ലേണിംഗ് സ്കൂൾ പോലെ. ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഒബ്വിയസ്ലി കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് സംഭവിക്കുന്നത് അവര് കേരളത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർസീസ് പോകുമ്പോൾ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വി വാണ്ടഡ് ടു മേക്ക് ഷുവർ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അട്ടർ ഡിസപ്പോയിൻമെന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ്, റൈറ്റ്? വി വാണ്ടഡ് ടു ആർക്കിടെക്ട് ദാറ്റ് എക്സൈറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്ത്, പറഞ്ഞ പോലെ ഞങ്ങൾ IT-യിലെ ആൾക്കാരായതുകൊണ്ട് അജൈലും സ്ക്രമ്മും എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോജക്ട് പുൾ ഓഫ് ചെയ്തത്. മനസ്സിലായതുപോലെ എക്സ്പ്രഷൻ കൊടുക്കാം. ഒന്നും മനസ്സിലായില്ല. എന്താണ് IT-യിൽ വർക്ക് ചെയ്യുമ്പോൾ? അതെല്ലാം ഒരു പ്രോജക്ട് മാനേജ്മെന്റിന്റെ സംഭവമാണ്. ഓക്കെ, ശരി. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എടുത്തൊരു സംഭവമാണ്. ഇത് വളരെ മനോഹരമായിട്ട് അങ്ങനെ ചെക്ക് മേറ്റ് ഓഗസ്റ്റ് 8-ാം തീയതി എല്ലാവരെയും മുമ്പിലേക്ക് വരാൻ പോവാണ്. ഒന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കും. എല്ലാവരും ചെക്ക് മേറ്റ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you. I also wanted to mention, people like Nithya, Yadu Krishnan ഇവിടെ ഉണ്ട്, നമ്മുടെ വേടൻ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആർക്കും ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയില്ല. ഐ തിങ്ക് നിത്യ ആക്ച്വലി കെയിം ത്രൂ തന്നെയാണ്. അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ടീമിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കാണിച്ച ആ ഒരു മനസ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡയറക്ടർ. അപ്പൊ എന്താണെങ്കിലും ഒന്നും പുള്ളി വിട്ടു പറയുന്നില്ല, ത്രില്ലർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, വിട്ടു പറയില്ല. അപ്പൊ എന്തായാലും പക്ഷെ ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ഓഗസ്റ്റ് 8-ാം തീയതി കണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വലിയ കൈഡിയുണ്ട്. ആസ് ഐ സെഡ്, ത്രില്ലർ ആണെങ്കിലും ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് ഒബ്വിയസ്ലി ഉണ്ടാവണമല്ലോ. കാരണം ബേസിക്കലി ഒരു മ്യൂസീഷ്യൻ ആണ്. അപ്പൊ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അടുത്തത് നമുക്കൊരു പാട്ട് ലൈവായിട്ട് തന്നെ കേൾക്കാം. നിരവധി ഭാഷകളിലായി ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഗർ കമ്പോസർ, നമ്മുടെ AR റഹ്മാൻ സാറിന്റെ സൂഫി ടീമിലെ കോ സിംഗർ. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യദു കൃഷ്ണൻ. നല്ലൊരു കാര്യം. സോ പാട്ട് പാടാൻ റെഡി അല്ലേ? ഒന്ന് ഓക്കെ, ഒരു 2 വാക്ക്.
എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഈ പാട്ടിനായിട്ട് ബ്രോ ആദ്യം സമീപിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച എഴുതാനായിട്ട് ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. ഫുള്ളി കമ്പോസ് ചെയ്ത് പടപടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കുകൾ പടപടേന്ന് വരുന്ന വാക്കുകൾക്കായിട്ടാണ് കമ്പോസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് ഗോസ്റ്റ് ചെയ്ത് മുങ്ങിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. അത് കഴിഞ്ഞ് രേഷേട്ടൻ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് വീണ്ടും ഒന്ന് വൈബ് സെറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് അനുപേട്ടനും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് സാധിച്ചത് അനുപേട്ടൻ വഴിയാണ്. അതിനെപ്പോഴും ഒരു ബിഗ് താങ്ക്സ് എപ്പോഴും അനുപേട്ടനുണ്ട്. അതുകൊണ്ട് ഞാൻ അനുപേട്ടനൊക്കെ എപ്പോഴും സ്പെഷ്യലാണ്. അപ്പം അനുപേട്ടൻ ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ, നല്ല എന്താ പറയുക 100 days അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം ഓഫ് ചെക്ക്മേറ്റ്. താങ്ക് യു സോ മച്ച് ദിൽഷ. സോ ഇത്രയും കുറച്ച് നേരമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ട്രെയിലർ ഭയങ്കര നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു, ത്രില്ലർ ആണ് എന്നൊക്കെ. നമുക്ക് ട്രെയിലർ ലോഞ്ച് ചെയ്താലോ? സോ ഞാൻ മഹേഷ് നാരായണൻ സാറിനെ റിക്വസ്റ്റ് ചെയ്യുന്നു ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ. ഓക്കെ, നമുക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഡയറക്ടറാണ് മഹേഷ് നാരായണൻ സർ. ടേക്ക് ഓഫ്, സീ യു സൂൺ, അറിയിപ്പ്, മാലിക്, അങ്ങനെ നിരവധി സിനിമകൾ. സോ ഈ ട്രെയിലർ കണ്ടിട്ട് സർ എന്താ പറയണല്ലേന്നുകൂടി നമുക്കറിയണ്ടേ. വെൽക്കം സർ. ഒരുപാട് സന്തോഷം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇങ്ങോട്ട് വിളിച്ച അനുഭവം ഒരുപാട് നന്ദി. സോ ഇതൊരു അൺയൂഷ്വൽ ടൈറ്റിലാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിറിക്സ്, മ്യൂസിക്, സിനിമോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ. So Nitish, hats off to you because you know it's a difficult task. ഞാനത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ഒരു ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാലമാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ്. അതിനൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനെ ഒരു ടൈറ്റിലൂടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഗൗതം ഘോഷിൻ്റെയും ബാലുമേന്ദ്രയുടെയൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമോഗ്രാഫിയും കൂടെ ഒരുമിച്ച് വച്ച് കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നി ഇങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത്. സോ രതീഷ്, സോ ഹാപ്പി. ആൻഡ് തീർച്ചയായിട്ടും നേരത്തെ ഭവാനിയുടെ MP പറഞ്ഞ പോലെ, IB പറഞ്ഞ പോലെ പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി. സോ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് ബോർഡ് വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് അറിയാം. ഇവിടെ പലർക്കും അറിയില്ല. ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു 15 അടി ലാഡർ അവർ ഉപയോഗിച്ച് ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ്, ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ആൻഡ് അതൊരു കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് കാണാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. സോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെൽ ഇൻ ബോക്സ് ഓഫീസ്. ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോട് കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ എന്താ പറയുക ഭാവങ്ങൾ നേരുന്നു. ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. നമ്മൾ ഡയറക്ടറിനെ വിളിച്ചു, നമ്മൾ കുറെ പാട്ടുകൾ കേട്ടു. ഇറ്റ്സ് ടൈം ഫോർ മീ ടു കോൾ ദ ഹീറോയിൻ. ആദ്യ സിനിമയിൽ തന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് നേടിയ
നായിക. അപ്പൊ ചില്ലറക്കാരിയല്ലല്ലോ. So it's time for me to call Rekha. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു. യെസ്, വളരെ ചെറുതായിരുന്നപ്പോ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞ സിനിമയില്. ആ സിനിമയായിട്ട് എന്താ ബന്ധം? എനിക്കറിയാം, അവരും കൂടി അറിയാൻ വേണ്ടിട്ടാ. എന്റെ അച്ഛൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓക്കെ. സോ സിനിമ എന്ന് പറയുന്നത് ചെറിയതിലെ മുതലേ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. മനസ്സിൽ എന്നും ഉണ്ട്, ഇപ്പൊ ഇൻ റിയാലിറ്റി വന്നു. അതെ, അത് അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത്. ഓക്കെ, സോ നായിക പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഖ. എൻ്റെ അച്ഛൻ GS ഹരീന്ദ്രൻ, ഹരിശ്രീൻ്റെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറേ നാളായി. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പപ്പൻ, പ്രിയപ്പെട്ട പപ്പനായിരുന്നു പേര്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണ് മനസ്സ് നിറയും. അച്ഛൻ്റെ മുഖം, സിനിമയോടുള്ള ഇഷ്ടം, അതെല്ലാം. ഈ സിനിമ പക്ഷേ ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. സോറി, ഐ ആം ലൈക്ക് എ ലിറ്റിൽ ഇമോഷണൽ. പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ് ആൻഡ് വി സെഡ് നോ മോർ സിനിമ. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വി വെന്റ് ഓൺ വിത്ത് ലൈഫ്. അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി, സിനിമ ഭ്രാന്ത് കുറച്ച് മാറി. പക്ഷെ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, വിടുന്നില്ല ഒരു ഇഷ്ടം. അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിലായി, ജോലി കിട്ടി, അമേരിക്കയിൽ പോയി, കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക്. പിന്നെ all this is not possible without my family. എൻ്റെ കൂടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോൻ സിദ്ധു ഉണ്ട്. Special thanks to Anubert and Lal sir for being so supportive to us. And I'm not the only hero in this movie. നമ്മുടെ സിനിമ എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ്. ഇല്ല, അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി. I would like to call her up on stage. Thank you. Thank you, Rekha. So, ഈ സ്നേഹമാണ് ഞങ്ങളുടെ സിനിമ ചെക്ക്മേറ്റ്. സോ രേഖ എന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞു. ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി. പക്ഷേ രേഖ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമാണ് സിനിമ. എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയിൽ കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം സിനിമ. സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിൻ്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, രാത്രിയെന്നില്ല പകലുന്നില്ല ഊണുറക്കമില്ല എന്തുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സിനിമ ഇസ് ദിസ് ചെക്ക്മേറ്റ്. മനസ്സിലുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട്. എല്ലാവരെയും താങ്ക്സ്. വെയിറ്റ് ചെയ്യൂ. രണ്ട് നായികമാരും എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതും സീനിയർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. It was amazing. ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയായിരുന്നു. അനുബേട്ടൻ, ലാൽ സർ, അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ഐ മീൻ സച്ച് ടാലന്റഡ് പീപ്പിൾ വിത്ത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് എല്ലാം ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ റിയലൈസ്ഡ് ദേ വർ വെരി ഫ്രണ്ട്ലി, വെരി സപ്പോർട്ടീവ്. സ്ഥിരം നമുക്ക് ടിപ്സ് തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എല്ലാം. അപ്പോൾ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. പ്ലസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമാണ്.
അപ്പോൾ റൈറ്റ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും വി വർ ഇൻവോൾവ്. അപ്പോൾ വി സ്റ്റാർട്ടഡ് ആസ് ആക്ടേഴ്സ് ബട്ട് വി എൻഡഡ് അപ്പ് ആസ് ഫിലിം മേക്കേഴ്സ്. സോ ദാറ്റ് വാസ് എ ബിഗ് തിങ് ഫോർ us. സോ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ലാൽ സാറിൻ്റെ കൂടെ ദാറ്റ് വാസ് ലൈക്ക് നെർവ് റേക്കിംഗ്. ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ചെയറിൽ, ലാൽ സാർ ഇങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പം ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ ഇരുന്നു, എനിക്കൊരു 2 പേജിൻ്റെ ഡയലോഗായിരുന്നു. അത് ഇങ്ങനെ കണ്ടു മൂടിയിട്ട് ഞാൻ ഓക്കെ ഐ ആം ദ ഓൺലി വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനതിന് ഡെലിവറി ചെയ്തു. സോ ദാറ്റ് ഇസ് മൈ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ട അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാൻ ഇങ്ങനെ ഓക്കെ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു. അനുപേട്ടൻ്റെ കൂടെ അനുപേട്ടൻ വളരെയധികം നല്ലപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നു, വളരെ കംഫർട്ടബിൾ ആക്കി. സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പം നീ കുറച്ച് ചെറുതായിട്ട് അഭിനയിച്ചാൽ മതി, അതുകൊണ്ട് നന്നായിട്ടിരിക്കും. സോ അങ്ങനത്തെ കുറേ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ്. So which was very useful. I'm so grateful to, in the first movie itself, to act with Lal sir and Anupetan. It's like such a great moment. And I must thank our director Ratish Shekhar for this. Ratish illade ende swapnangalo idu onnu naraverilla. So I must thank Ratish Shekhar for this. Thank you, Ratish. And also I would to thank my husband and my kids who cooperated all through my journey. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം. ആ സിനിമയിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നതാണ്. അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ ഒരു സിനിമ നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കമാവട്ടെ. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലർ പെട്ടെന്ന് പോയതുപോലെ തോന്നി, ഒരു തവണ കൂടി ഒന്ന് ട്രെയിലർ പ്ലേ ചെയ്യാമോ എന്ന്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമുക്ക് നമ്മുടെ ട്രെയിലർ ഒന്നുകൂടി പ്ലേ ചെയ്യാം. സീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിലർ കണ്ടപ്പോൾ മ്യൂസീഷ്യന്റെ നമ്മുടെ ഡയറക്ടറിന്റെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അദ്ദേഹം ഇതിനകത്ത് പാടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഡയറക്ടറിന്റെ ഡയറക്ടിങ് സ്കിൽസിന്റെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടു. നമുക്ക് സിംഗിങ് ലൈവായിട്ട് എന്തായാലും കേൾക്കണ്ടേ? നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ രതീഷ് ശേഖർ. അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ലൈറ്റിൽ കാണുന്നില്ല. ഒരു സ്പെഷ്യൽ പ്ലേസ് ഓക്കുപൈ ചെയ്ത ഒരു സിംഗറിനെയാണ് ഞാൻ അടുത്ത വിളിക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരുടെയും എല്ലാ ജനറേഷനും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന്റെ എന്താ പറയാ ഒരു വൈബാണ് അദ്ദേഹം. I would like to welcome Vedan. ഹായ്, നമസ്കാരം. ഞാൻ പാർവതി. കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് എനിക്കിത് ഇപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. വലിയ ഫാനാണ്, ഒരുപാട് ഇഷ്ടമാണ് താങ്കളുടെ പാട്ടുകളെല്ലാം. കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ലൈവായി ആ പാട്ട് കേൾക്കാൻ പോകുന്നതിൽ അതിലേറെ സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. എന്നെ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് മീ. ആക്ച്വലി രതീഷ് ഏട്ടൻ കിട്ടിയ പെർഫോമൻസുള്ള എന്ത് കാണിച്ചപ്പോ എനിക്ക് പുള്ളിക്കാരൻ പാട്ടുകാരനാണെന്ന് അറിയാമായിരുന്നു. പുള്ളിക്കാരനാണ് പടത്തിന്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ അല്ല. പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തൊരു പാട്ട് ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. വീരൻ എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിനിമ കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമ്പോൾ പാട്ട് പാടാം. ഫോണൊന്നും എടുത്തിട്ട് വരാം, അതിനകത്ത് ലിറിക്സ്. കാരണം എന്താണെന്ന് അറിയാം, കുറേ കാലമായി വർക്ക് ചെയ്ത് വെച്ചിട്ട് ആക്ച്വലി മറന്നുപോയി. ഞാൻ തന്നെ എഴുതിയ പാട്ടാണെങ്കിലും പറഞ്ഞേ പറ്റൂ. രതീഷേട്ടൻ ലൈക്ക് കുറേ കാലത്ത് ഒരു 3 വർഷത്തെ പണിയല്ല, ഒരു 3 വർഷത്തെ പണിയാണ് ഈ സിനിമ. അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റിയില്ല. ലൈക്ക് അനൂപേട്ടനോടും എല്ലാ ഫിലിം ക്രൂവിനോടും ഞാൻ നന്ദി പറയുന്നു. ലൈക്ക് താങ്ക്സ് ഫോർ ഹാവിങ് മീ ഹിയർ. പിന്നെ ഒരു ദിവസം വലിയൊരു ഷോക്കി കാണാം നമുക്ക് ഇവിടെ. സോ മച്ച്.
സോ നെക്സ്റ്റ് നമ്മുടെ സ്പോൺസർ സ്വീറ്റ് റൈസ് ഹോളിഡേസിന്റെ ചെയർമാൻ ഡോക്ടർ ജോബിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ നമുക്ക് സ്വീറ്റ് റൈസ് ഹോളിഡേസിന്റെ ഒരു വീഡിയോ നമുക്ക് വീഡിയോ കോളിൽ പ്ലേ ചെയ്ത് കാണാം. നമ്മുടെ സ്പോൺസർ ആണ്. ഇല്ല, നിങ്ങളൊന്ന് കൈയടിക്കെങ്കിലും ചെയ്ത ഒരു സന്തോഷം. ഓക്കെ, സോ നമ്മള് വീഡിയോ കോളിൽ കണ്ട് ഒരു സോങ് നമുക്ക് ലൈവായിട്ട് കേട്ടാലോ? 2 സിംഗേഴ്സ് ഇവിടെ ഉണ്ട്. 2 പേരെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു, ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട്. സോ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ 2 പേരെയും പാട്ട് നമുക്ക് കേൾക്കാം. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നിത്യ മാമൻ ആൻഡ് നമ്മുടെ ഡയറക്ടർ രതീഷ് ശേഖർ. രണ്ടുപേരും വേഗം വന്നില്ലെങ്കിൽ ഞാൻ പാടും. അത് വേണം. ഡയറക്ടർ ഭയങ്കര ഈസിയാണ്, ഒരു കുഴപ്പമില്ല, പാടിക്കോളെന്നൊക്കെ. ഇല്ല, ഞാൻ അത് ചെയ്യില്ല. ഫ്രണ്ടിൽ അനുപേട്ടൻ ഇരിക്കുമ്പോൾ ഞാൻ തീരെ ചെയ്യില്ല. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ആൻഡ് റെക്കോർഡിംഗ് സെഷൻസിൽ ധന്യ ചേച്ചിയായിരുന്നു എന്നെ ഗൈഡ് ചെയ്തതും. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ദ ട്രെയിലർ ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ തിങ്ക് ഇതൊരു വലിയൊരു, കാരണം മലയാളം സിനിമ is on fire right now. So many good movies and good concepts are coming. So I hope this movie will make wonders for Malayalam cinema. Wishing you all the very best. Absolutely, നിത്യയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയത്, ലൈക്ക് ഐ സെഡ് റൈറ്റ്, ഓൾറെഡി ഒരു തവണ പറഞ്ഞു, ക്രെഡിറ്റ് ഗോസ് ടു ധന്യ. വളരെ സന്തോഷം, for taking me seriously. Thank you. Of course, why not? ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നീലനില പാടല്ലോ, നീലനില. The song was already played. ഇത് നമ്മൾ ലൈവ് ചെയ്യുന്നു. ഇത് എഴുതിയത് BK ഹരിനാരായണൻ. സോ ഹരിക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല, പുള്ളി കോഴിക്കോടാണ്. സോ ട്രിബ്യൂട്ട് ടു ഹിം ആൻഡ് റെസ്റ്റ് ഓഫ് മൈ ടീം. ഇത് ഞങ്ങൾ ലിപ്സിംഗ് ചെയ്താ, മനസ്സിലായില്ലേ? സത്യാവസ്ഥ സത്യാവസ്ഥ അദ്ദേഹത്തിന് അറിയുള്ളൂ. കാരണം ഞാൻ ഒറിജിനൽ പാടി പോലല്ല ഇപ്പൊ പാടി, കുറച്ച് അവിടെ ഇവിടേക്ക് വ്യത്യാസം എത്തിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പറയാം. എന്തായാലും നിങ്ങൾ 2 പേരെയും പാട്ട് ശരി ലൈവായിട്ട് പോലും തോന്നിയില്ല, ശരിക്കും റെക്കോർഡ് ചെയ്തതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. That's very sweet of you to think that. പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കോംപ്ലിമെന്റ്. Thank you so much. Thank you so much and take your seat. രണ്ടുപേരെ പാട്ട് എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമായി. I love you both. സോ തമിഴിലും തെലുങ്കിലും ഒക്കെയാണ് നമ്മൾ ഇദ്ദേഹത്തിന് ഒരുപാട് കാണുന്നതെങ്കിലും നമ്മൾ മലയാളികൾക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്ന ആക്ടർ ഇവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അശ്വൻ. എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് ശ്രീ അനൂപ് മേനോൻ സർ ആൻഡ് രതീഷ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി മോൺസ്ട്രസ് എഫേർട്ട് അല്ലേ. പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെട്രോ പ്രോജക്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്, സ്ക്രീൻ പ്ലേ, DOP, ഡയറക്ഷൻ, ഇസ് ദർ എനിത്തിങ് ലെഫ്റ്റ്? സോ fantastic effort and I really wish the best for this whole team and I really hope our industry actually needs talents like them. ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഇൻഡിപെൻഡന്റ് കഥകൾ വരട്ടെ, നല്ല സിനിമയാവാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. നമ്മള് മലയാള സിനിമയിൽ ഇടയ്ക്ക് വില്ലനായിട്ടൊക്കെ കാണാറുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹീറോ ഇമേജ് ആണുള്ളത്. സോ നമ്മൾ മലയാളം സിനിമയിൽ അടുത്തതായി ഏതെങ്കിലും പ്രോജക്റ്റ്? കുറച്ച് ഡിസ്കഷനിലുണ്ട്. ഞാൻ കുറച്ച് വെബ് സീരീസ് ഒക്കെ കുറച്ച് കൂടുതലായി പോയി. ഒരേ വെബ് സീരീസ് ചെയ്ത് ഒരു നല്ല സിനിമ ചെയ്യാമെന്ന് ഞാനും ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ
കുറച്ച് നല്ല കാര്യത്തിനൊക്കെ കുറച്ച് സമയം പറയില്ലേ, അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. വില്ലനായിട്ട് കണ്ട് സംസാരിക്കാൻ ചെറിയ പേടി, ഇനി എങ്ങനെ ദേഷ്യപ്പെട്ടാലോ എന്നൊക്കെ. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് വെരി നൈസ് ടു മീറ്റ് യു. Thank you so much. Thank you Pleasure. so Thank you much. so much. All the best again. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ദി റിയൽ ഹീറോ. ആ റിയൽ ലൈഫില് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, ഒരുപാട് ഇൻട്രോ പറയാനുണ്ടാവും. നമ്മുടെ എല്ലാം സ്വന്തം അനൂപേട്ടനെയാണ്, അനൂപ് മേനൻ. ദിൽഷ പറഞ്ഞ പോലെ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ ആഗ്രഹിച്ച് എന്നെയും ബിഗ് സ്ക്രീനിൽ ആദ്യം കാണിച്ചത് അനൂപേട്ടനാണ്. അതിന്റെ ചെറിയ കുറ്റബോധം പുള്ളിക്കുണ്ടാവും, എന്നാൽ കുഴപ്പമില്ല. ഇത്രയും വെളിച്ചം ഇതിന്റെ മേലെ ഉണ്ടായിരുന്നു. എനിക്ക് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല, രൂപം വെച്ച് പോയിന്റ് ചെയ്ത് എല്ലാവരും അതൊക്കെ ചെയ്തു. ഞാൻ ഓരോരുത്തർ നോക്കി ഓരോന്ന് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ കിട്ടി. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇതൊരു അസാധ്യ യാത്രയായിരുന്നു ഈ സിനിമയുടേത്. അത് ഈ പിള്ളേര് ഒരു 15 പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷുമായിട്ട് സംസാരിച്ചത് അതായിരുന്നു. ഒന്ന്, ഈ രതീഷിന്റെ ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവന്റെ ക്രെഡിറ്റ് ലിസ്റ്റ്. അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് $10 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, എല്ലാവരും എല്ലാം ചെയ്യുക, ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചൊരു സിനിമയാണത്. ഇവർ 6 മാസം 7 മാസം എൻ്റെ നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, സാറ് അല്ലെങ്കിലും ഇവിടെയും കുറെ പൊട്ടപ്പടമൊക്കെ ചെയ്യുന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ കണ്ടാ മതി ഇത്. അങ്ങനെ ഞാൻ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്ക്രിപ്റ്റോ ഒന്നുമല്ല അതിന്റെ പ്രശ്നം. നീ ന്യൂയോർക്ക് വരെ 18 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് 8 മണിക്കൂറൊക്കെയാണ്. യൂറോപ്പ്, ലണ്ടനൊക്കെ വരെ ഓക്കെ. അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും, റനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജ് ഉണ്ടാവും, അങ്ങനെ സുഹൃത്ത് രാജു ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ, ഞാൻ അത്ര മാർക്കറ്റിലുള്ള നടനല്ല, എന്നെക്കാൾ കൊള്ളാവുന്ന എത്രയോ നടന്മാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ്. ഇത് രേഖയ്ക്ക് രാജിയുടെ ഡയലോഗ് അറിയാം, സുനിത്തിന് പിന്നെ ശ്യാമിന്റെ ഡയലോഗ് അറിയാം. അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ. കാരണം നമ്മള് എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയി കണ്ട ഈ മാധ്യമം, നമുക്കൊക്കെ ഈ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ, ഇപ്പൊ പാർവതി ഇപ്പൊ സിൻഡ്രല്ലയിൽ അഭിനയിച്ച പോലെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ നമ്മളൊരു കോക്ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കഥ ചെയ്യുമ്പോഴോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും. വെയിൻ ചെയ്ത് പോരുന്നാണ് പറയാറുള്ളത്, പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇന്റൻസിറ്റിയും പാഷനും കമ്മിറ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു സംഘം ചെറുപ്പക്കാരികളെയുമാണ് ഞാൻ അവിടെ കണ്ടത്. ദാറ്റ് ഇൻ ടേൺ എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ദാറ്റ് സോർട്ട് ഓഫ് റീകിൻഡിൽഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ സിനിമ ആക്ടിങ്. കാര്യം എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഐ വാസ് ലാഗിങ് ബിഹൈൻഡ്. ഒരു റിന്യൂഡ് എനർജി എനിക്ക് ഈ കുട്ടികൾ തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒന്നൊഴിയാതെ. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു 9 to 5 ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ ആക്ടറേക്കാൾ മാസശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം.
പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം, അതൊക്കെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോഗരിതമിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക്. അത്രയും പ്ലാൻഡ് ആയിരുന്നു ഈ കുട്ടികൾ. ഇതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടൈം ഇൻ ന്യൂയോർക്ക്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഞാനവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് വെളിയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞ 3 വെടിവെച്ചാണ് കേൾക്കുന്നത്. ഞാനിത് പടക്കം പൊട്ടിക്കുന്നത് ന്യൂയോർക്കിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടെണ്ണം, രതീഷും ശ്യാമും സുനിത്തും എല്ലാം കൂടെ കയറി വരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടിച്ചു? അപ്പോഴേക്കും താഴെ പോലീസൊക്കെ വന്ന് നിറയുന്നുണ്ട്, 10-20 കാറൊക്കെ വന്ന് നിറയുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ടായിട്ടല്ലോ, എന്തോ പ്രശ്നം എന്ന് പറഞ്ഞപ്പം വളരെ കാഷ്വലായിട്ട് ശ്യാം പറയുന്നു, അത് അവിടെ എങ്ങാണ്ട് ഇതിനെ വെടിവെച്ച് വന്നതാണെന്ന്. ഫസ്റ്റ് ഡേ ആണ് അമേരിക്കയിൽ ചെന്നിറങ്ങിയത്. ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ റിമൈൻഡർ ഓഫ് വാട്ട് ഐ ഹാവ് സൈൻഡ് അപ്പ് ഫോർ. അപ്പുറത്തെ മോളിൽ ഒരു ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിന് ശേഷമുള്ള 50ഓളം ദിവസങ്ങളിൽ കണക്റ്റിക്കട്ടിലും ന്യൂയോർക്കിലുമുള്ള എത്രയോ ഡൈനേഴ്സിൽ ഞങ്ങൾ രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു തോക്കിൻ മുന നമ്മളിലേക്ക് നീളുന്നത് നമ്മളിങ്ങനെ സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു. Notwithstanding that, it was a very beautiful experience to be with these very talented youngsters. And അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സിനിമ. ഇവരുടെ 4 വർഷത്തെ അധ്വാനം. എല്ലാ സിനിമയും ഒരുപാട് അധ്വാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 9 to 5 ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിലിരുന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ പുലബന്ധം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവർ ചേർന്നൊരുക്കിയ ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ കൈയ്യടി കൊടുക്കാതെ പറ്റില്ല. And also thanks to Hybe, thanks to Mahesh Narayanan, Vedan, Nitya for coming, and Dilsha, my heroine in Cinderella. So thank you so much. It was a lovely evening. Thank you so much for taking so much time from your busy schedules. Thank you. അനുപേട്ട പോകരുത്, അങ്ങനെ പോകരുത്. റെഡ് വാക്ക് ലാലേട്ടനെ കുറിച്ചോ? എന്ത് സിദ്ദിഖ് ലാലിന്റെ ലാലേട്ടനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? സാർ വന്നിട്ടില്ലല്ലോ, ആബ്സെൻസ് ഫീൽ ചെയ്യാം. പുള്ളി വയ്യാതെ എടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. ലാൽ സാറിനും എനിക്കും ലാലേട്ടനും എനിക്കായിട്ട് കോമ്പിനേഷൻസ് ഇല്ല ഈ സിനിമയിൽ. ബട്ട് ഞങ്ങള് അത് ഈ രതീഷിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെയും എഡിറ്റിങ്ങിന്റെയും ഒക്കെ ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ട്സ് ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്നറിയാൻ പറ്റാത്ത ആളുകളിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ഇതാണ്, നമ്മള് സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും, സ്ക്രീനിൽ നമ്മളിപ്പോ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പം സാധ്യമായിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. നമ്മുടെ ക്രൂവിനെ എല്ലാം വെൽക്കം ചെയ്യുന്നതിന് മുന്നേ, ചേട്ടൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സീക്രട്ട് ചോദിക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്നില്ലായിരുന്നു. അല്ലാണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തല്ല് കിട്ടിയാലോ. ഇപ്പോഴാകുമ്പോഴത്തേക്കും ചേട്ടൻ ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ. ഈ തൊപ്പിയുടെ രഹസ്യം എന്താ? മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. പാട്ടിലും ഞാൻ കണ്ടു, മിക്കപ്പോഴും ചേട്ടനെ തൊപ്പിയിൽ കാണുന്നുണ്ട്. കൃത്യമായിട്ട് അനുസരണയില്ലാത്തൊരു മുടിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് വെക്കുന്നു എന്നാണ്. ഞാൻ തൊപ്പി വരെ കാണിച്ചത് കഷ്ണയായിട്ടില്ല, അതല്ലേ ഉദ്ദേശം? ആയിട്ടില്ല, ആവും, ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ചേട്ടാ, നമ്മുടെ മീഡിയക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നേ നമ്മുടെ ടീമിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ഫുൾ ടീം ഓഫ് ചെക്ക്മേറ്റ്, പ്ലീസ് ജോയിൻ us. ഹരിയേട്ടനൊക്കെ ഉണ്ടല്ലോ, ഹരിയേട്ടനും is part of the cast, please.
നിങ്ങൾ ഈ സമയത്ത് വി ഹാവ് ടു റിമെമ്പർ സം നെയിംസ്. ഈ സിനിമയിൽ ഇവരെക്കാളും ചിലപ്പോൾ രതീഷിനെക്കാളും ഒക്കെ ഉറക്കമൊഴിച്ചിട്ടുള്ള ആളുകൾ അവിടെ അമേരിക്കയിൽ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ സെൽഫ്ലെസ് ആണ്, കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല. പേര് പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തട്ടിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം ത്യജിച്ചു നിൽക്കുന്ന സൗമ്യ, ബാല, മൈ ഡിയർ ശ്യാം, അങ്ങനെ ഒരുപാട് പേർ. സ്വപ്നീൽ ഇസ് ദർ, ശിവ, അഞ്ജലി വന്നിട്ടില്ല അല്ലെ, അഞ്ജലി കുഡൻ മേക്ക്. അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. അവർക്കെല്ലാം the whole team of Checkmate, and from the whole team of Checkmate, thank you so much for being here. It was a lovely evening with you all. Thank you. മീഡിയയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക്മേറ്റ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 36 ഇന്റർവ്യൂകൾ കൊടുത്ത സ്ഥിതിക്ക് ഇനി മീഡിയക്ക് എന്നോടോ ഇവരോടോ ഒന്നും ചോദിക്കാനുണ്ടാവില്ല. ഞാനൊരു ചോദ്യം ചോദിച്ച് വൈകിട്ടെ, എന്റെ ഒരു ചോദ്യം. കേട്ടാ എനിക്കറിയാവുന്ന എനിക്ക് നിർത്തണം. ഓക്കെ, ചേട്ടൻ ഇതിൽ നായകനാണോ വില്ലനാണോ? കുപ്പിയെടുത്ത് തലക്കടിക്കുന്നത് കണ്ടു, കൂടെ നടന്ന് പാട്ട് പാടുന്നതും കണ്ടു. ഇതില് നായകൻ രേഖയും നായികകളുമാണ്. പോരെ? നിങ്ങൾക്ക് എന്നെ കളിയാക്കിയതായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? ശരി, അപ്പോ ചെക്ക്മേറ്റ് ടീം, ചെക്ക്മേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഓഗസ്റ്റ് 8-ാം തീയതി എത്തുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടീമിനും. And thank you so much. ഞങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവർക്കും thank you so much. The media, you have been so patient. നിങ്ങൾക്കാണ് എല്ലാ അഭിവാദികളും. താങ്ക് യു. ഏറ്റവും ആദ്യം വന്നത് നിങ്ങളാണ്. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. പ്ലീസ്. ഒറ്റ വാക്കിൽ ഈ സിനിമ എന്താണ് എന്ന് പറഞ്ഞ ഒരു വാചകത്തിൽ പറഞ്ഞാൽ. ഒറ്റ വാക്കിലോ? ഒരു വാചകത്തിലോ? കഠിനാധ്വാനം, അത് മാത്രമേ പറയാനുള്ളൂ. കറകളഞ്ഞ കഠിനാധ്വാനം. ഇതിന്റെ മേലെ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കി 8 മണിക്കൂർ ഷൂട്ട് ചെയ്യുക, 3 മണിക്കൂർ ഉറങ്ങുക. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഈ പിള്ളേരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിന് വേറെ ഒരു വാക്കില്ല. സിൻസിയറിറ്റി വിത്ത് ഡിറ്റർമിനേഷൻ. ഞാൻ അനുപേട്ടനെ ഒരു പേര് വിളിച്ചോട്ടെ, PPP, പാഷനേറ്റ് പോസിറ്റീവ് പീപ്പിൾ പേഴ്സൺ. 4 P ഉണ്ടെങ്കിലും അവസാനം പേഴ്സൺ ആണ്. പക്ഷെ രതീഷിനെ ഞാൻ വിളിക്കുന്നത് ഗുഡ് LCC, ഗുഡ് ലിസണർ, കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ചേഞ്ച് ഏജന്റ്. യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ പീപ്പിൾസ് ലൈഫ്. യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ മൂവി. ഒരു പഴയ ബാലചന്ദ്രൻ മേനോൻ തിരിച്ചു വന്നു എന്ന് പോലും നാം സംശയിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ് ചെക്ക്മേറ്റ്. കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു.